വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം എനിക്ക് കുറേ കമൻസുകളൊക്കെ വരാറുണ്ട്. എങ്ങനെ ചേച്ചി നമുക്ക് കുവൈത്തിൽ വന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം, നമ്മൾ എങ്ങനെയാണ് മുന്നോട്ടുള്ള കാര്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ കമൻസൊക്കെ വരാറുണ്ട്. അപ്പം അതിനെ വെച്ചുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം കുറേ പേര് വന്ന് ജോയിൻ ചെയ്തത് കണ്ടതിലും കേട്ടതിലും ഒക്കെ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ആൾക്കാർ വരട്ടെ, വന്ന് ജോയിൻ ചെയ്യട്ടെ, എല്ലാവരുടെയും ലൈഫ് സേഫ് ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത്, ഫ്രഷേഴ്സിനെ ഡയറക്റ്റ് വന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് അല്ല കുവൈത്ത്. ഇവിടെ എക്സ്പീരിയൻസ് മസ്റ്റാണ്. 2 ഇയർ എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മളെ ഹോസ്പിറ്റലിൽ എടുക്കുകയുള്ളൂ, പ്രത്യേകിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കൂടെ നേരത്തെ ഒരു കുട്ടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ വന്നപ്പോൾ അവൾക്ക് 1 ഇയർ എക്സ്പീരിയൻസേ ഉള്ളായിരുന്നു. അവൾ ഇവിടെ വന്നാണ് എക്സാം ഒക്കെ എഴുതി എല്ലാം പാസ്സായതായിരുന്നു. പക്ഷേ മെഡിക്കലിൻ്റെ നമ്മുടെ മെഡിക്കൽ ലൈസൻസ് അടിക്കാൻ ചെന്നപ്പം മിനിസ്ട്രി അവർക്കത് അടിച്ചു കൊടുത്തില്ല. അപ്പം നമുക്കിവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് വേണം, മെഡിക്കൽ ലൈസൻസ് വേണം. അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ 2 ഇയർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. അങ്ങനെ ആ കുട്ടി മടങ്ങി പോകുമായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പ്രത്യേകിച്ച് പ്രൈവറ്റിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് മസ്റ്റാണ് കേട്ടോ. ഗവൺമെൻറ്റിലാണെങ്കിലും എക്സ്പീരിയൻസ് മസ്റ്റാണ്. പിന്നെ രണ്ടാമത് ചോദിച്ച ക്വസ്റ്റ്യൻ, ഇവിടെ ഏത് ടെസ്റ്റ് എഴുതിയാണ് വരുന്നതെന്ന്. നേരത്തെയൊക്കെ നമ്മൾ MOH എക്സാം ആയിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്, പ്രൈവറ്റിൽ ജോയിൻ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഗവൺമെൻറ്റിലേക്കാണെന്നുണ്ടെങ്കിലും. പക്ഷേ ഇപ്പോൾ അവരത് മാറ്റി പ്രൊമട്രിക് എക്സാം ആക്കി. നമ്മുടെ സൗദിയിലെ കൂട്ടും ഖത്തറിലെ കൂട്ടും ഒക്കെയുള്ള ഒമാനിലൊക്കെ നമ്മൾ പ്രൊമട്രിക് എക്സാം എഴുതുന്ന പോലെ തന്നെ പ്രൊമട്രിക് എക്സാം ആക്കി കുവൈത്തിലോട്ടും. അപ്പം നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് സെൻറ്ററുകളൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ എക്സാം എഴുതി നമുക്ക് വരാം. അതുപോലെ തന്നെ കുവൈത്തിലും സെൻറ്ററുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പം നാട്ടിൽ നമ്മൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ അവർ തന്നെ നമുക്ക് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തത് നമുക്ക് എക്സാം ഡേറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു തരും. നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ എഴുതിയിട്ട് വരാം. പക്ഷേ കുവൈത്തിൽ എക്സാം ഇച്ചിരി ടഫാണ്, പെട്ടെന്ന് പാസ്സാവുന്നില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ പഠിച്ചിട്ട് തന്നെ വേണം എഴുതാൻ. പിന്നെ ചോദിച്ചൊരു ചോദ്യമാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ സ്റ്റേ ചെയ്യുമെന്ന്. നിങ്ങളിപ്പം പ്രൈവറ്റിലാണെങ്കിലും ഗവൺമെൻറ്റിലാണെങ്കിലും നിങ്ങൾ വന്നാൽ നിങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ഹോസ്റ്റലിലായിരിക്കും. അവർ പ്രൊവൈഡ് ചെയ്യുന്ന അക്കോമഡേഷനുണ്ട്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷനുണ്ട്, എല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്തോളും. അപ്പം നിങ്ങൾ അതിനുള്ള ടെൻഷനൊന്നും വേണ്ട. അതല്ല, നിങ്ങൾക്ക് ഫാമിലിയുടെ കൂടെയാണ് താമസിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്സൈഡ് ഫാമിലിയുടെ കൂടെ താമസിക്കാൻ പറ്റും. അതെല്ലാം നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും വരുമ്പം ഹോസ്പിറ്റലുകാർ നമുക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും. അതല്ല, നിങ്ങൾക്ക് സിംഗിളായിട്ടാണ് താമസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സിംഗിളായിട്ട് താമസിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിങ്ങനെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനും താമസിക്കാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആദ്യമായിട്ട് വരുന്ന ആൾ ടെൻഷനൊന്നും അടിക്കേണ്ട. ഇവിടെ എന്തായാലും അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും. അതുപോലെ തന്നെ പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ലാംഗ്വേജ് ടെസ്റ്റ് വേണമെന്ന്. ഇവിടെ പ്രത്യേകിച്ച് ഒരു ലാംഗ്വേജ് ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ അറബിക്കാണ് ലാംഗ്വേജ്. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലേൺ ചെയ്ത് പഠിച്ചോളും, നമ്മൾ പഠിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ടെൻഷനൊന്നും വേണ്ട. IELTS OET പോലത്തെ എക്സാമോ അങ്ങനത്തെ ലാംഗ്വേജ് ടെസ്റ്റും കാര്യങ്ങളും ഒന്നും നമുക്ക് ഇങ്ങോട്ടില്ല. നമ്മുടെ അറബിയാണ് ലാംഗ്വേജ്. പിന്നെ ഒരു ചോദ്യമാണ് എക്സ്പെൻസിനെ കുറിച്ച്. എക്സ്പെൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ചിലവാക്കുന്ന പോലെ ഇരിക്കും. കാരണം ഇവിടെ ടാക്സും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എത്ര രൂപയാണോ സാലറി അത്രയും രൂപ നമ്മുടെ കയ്യിൽ കിട്ടും. നമ്മൾ എങ്ങനെയാണോ ചിലവാക്കുന്നത് അതുപോലെ ഇരിക്കും. ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ചിലവുകളും കാര്യങ്ങളും ഒന്നും അധികം വരത്തില്ല. ഫുഡ് മാത്രമേ വരത്തുള്ളൂ. അതിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ഗവൺമെൻറ്റിലാണെങ്കിൽ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് നമ്മൾ തന്നെ വെച്ച് കഴിക്കുകയാണ്. അപ്പം ആ ഒരു ഫുഡിന് ഒന്നെങ്കിൽ 10 കടി അല്ലെങ്കിൽ ഒരു 20 കടിയൊക്കെ നമ്മുടെ ചിലവിന് പോകത്തുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ സേവ് ചെയ്യുവാണ്. അതിന് മാത്രം എക്സ്പെൻസ് ആവുമെന്ന് ചോദിച്ചാൽ അങ്ങനത്തെ എക്സ്പെൻസ് ഒന്നുമില്ല. നമുക്ക് ഇപ്പം യൂറോപ്പിലെ പോയിട്ട് ടാക്സ് അടയ്ക്കണം അങ്ങനെ ഒന്നുമില്ല. അപ്പം നമ്മൾ എങ്ങനെയാണോ ചിലവാക്കുന്നത് അതുപോലെ ഇരിക്കും നമ്മുടെ എക്സ്പെൻസ്. ഇപ്പോൾ കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ പോലെ ഇരിക്കും നമ്മുടെ എക്സ്പെൻസ്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ചിലവുകൾ കൂടുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന റെൻറ്റിനും കുട്ടികളുടെ എഡ്യൂക്കേഷനുമാണ് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത്. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകണമെങ്കിൽ ഹോസ്പിറ്റൽ എക്സ്പെൻസ്, നമുക്കിപ്പോൾ അസുഖവും കാര്യങ്ങളൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ അതിനുള്ള എക്സ്പെൻസ്, അങ്ങനെയാണ് ഇവിടെ എക്സ്പെൻസ് പറയുവാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ആവുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ചിലവും കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നിങ്ങൾക്ക് സിംഗിളായിട്ട് താമസിക്കുവാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അധികം ചിലവും കാര്യങ്ങളും ഒന്നും, വാടകയാണെങ്കിലും ചിലവൊന്നും വരത്തില്ല. ഫാമിലിയായിട്ട് താമസിക്കുമ്പോഴാണ് ഒന്നും കൂടെ ചിലവും കാര്യങ്ങളും ഒക്കെ വരുന്നത്. പിന്നെ നിങ്ങളുടെ മക്കളൊക്കെ നാട്ടിൽ നിർത്തി പഠിപ്പിക്കുകയും നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമാണ് നിങ്ങൾ ഇവിടെ താമസിക്കുന്നതെന്നുണ്ടെങ്കിലും അധികം ചിലവുകളൊന്നും വരത്തില്ല.
നമ്മൾ എങ്ങനെ ചിലവാക്കുന്നു അതുപോലെ ഇരിക്കും നമ്മളുടെ എക്സ്പെൻസ്. എല്ലാവരും പറയുന്ന പോലെ ഒരു കുബൂസ് കഴിച്ചാണെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യം തന്നെയാണ് കുവൈത്ത്. നന്നായിട്ട് സേവ് ചെയ്യാനും പറ്റും, നന്നായിട്ട് ചിലവാക്കണമെന്ന് വിചാരിച്ചാൽ ചിലവാക്കാനും പറ്റുന്ന ഒരു രാജ്യം തന്നെയാണ് കുവൈത്ത്. ഡേറ്റ ഫ്ലോ ചെയ്യണമെന്ന് ചോദിക്കുന്നവരുണ്ട്. ഇവിടെ ആണെങ്കിൽ ഡേറ്റ ഫ്ലോ വേണ്ട കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്നു, ഒരു 1-2 വർഷത്തിന് മുമ്പായിട്ട് ഇവിടെ ഡേറ്റ ഫ്ലോ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഡേറ്റ ഫ്ലോയും കാര്യങ്ങളും ഒന്നുമില്ല. ഒക്കെ കഴിഞ്ഞ് നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മളിവിടെ ലോവർ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ലോവർ ഇക്വലൻസി, ഹയർ ഇക്വലൻസി ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ ഡേറ്റ ഫ്ലോയും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ പ്രൊമെട്രിക് എക്സാം പാസ്സായി ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എനിക്കിവിടെ കുവൈത്തിൽ വരാൻ പറ്റുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പം നമ്മൾ കുവൈറ്റിൽ ഒന്നെങ്കിൽ വർക്ക് വിസ എടുത്ത് വന്നിട്ട് നമ്മൾ ജോബ് അന്വേഷിക്കുക, അല്ലെങ്കിൽ ഫാമിലി വിസയിൽ വന്നിട്ട് ജോബ് അന്വേഷിക്കുക. അങ്ങനെയൊക്കെയാണ് നമുക്കിവിടെ വന്നിട്ട് ഏതൊക്കെ ഹോസ്പിറ്റലിൽ വേക്കൻസി ഉണ്ടെന്നൊക്കെ തിരക്കി നമ്മൾ CV ഒക്കെ സബ്മിറ്റ് ചെയ്ത് അവർ നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിച്ച്, അതൊരു പ്രോസസ്സിംഗ് ആണ്, ഇച്ചിരി ടൈം എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഏജൻസി ത്രൂ അപ്ലൈ ചെയ്ത് നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ ഹോസ്പിറ്റലിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോബോട് കൂടി തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടുന്ന് ഡയറക്റ്റ് കയറുന്ന ഉള്ള ഒരു സാലറി നിങ്ങൾക്ക് ഒരു ഏജൻസി ത്രൂ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടണമെന്ന് ഇല്ല കേട്ടോ. അത് രണ്ട് വ്യത്യാസമുണ്ട്. അത് പിന്നെ ഞാൻ ഡേറ്റ് ഓഫ് ഫ്ലോയുടെ കാര്യം പറഞ്ഞല്ലോ. പിന്നെ ആണെങ്കിൽ അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിസിറ്റിംഗ് വിസയിൽ ഒരുപാട് പേര് വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് ജോബ് വിസ, വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് ജോബ് വിസയിലോട്ട് ആക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ ആക്കാൻ പറ്റത്തില്ല. കാരണം വിസിറ്റിംഗ് വിസ 1 മന്താണ്. നമുക്ക് ജോബ് അന്വേഷിക്കാനും പറ്റുന്ന റിട്ടേൺ ടിക്കറ്റും കൂടെ എടുത്തിട്ടാണ് നമ്മൾ വരുന്നത്. അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള റൂളും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ഫാമിലി വിസയിൽ നിന്ന് മാറ്റാൻ പറ്റുമോ 1 ഇയർ കഴിഞ്ഞ്. നേരത്തെയൊക്കെ ഫാമിലി വിസയിലുള്ളവർക്ക് ജോബ് വിസയിലോട്ട് മാറ്റാൻ 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജോബ് വിസയിലോട്ട് വിസ മാറ്റി അടിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം റൂളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഫാമിലി വിസ വന്നിട്ട് ജോബ് വിസയിലോട്ട് മാറ്റാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. പിന്നീടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഡേറ്റ ഫ്ലോസ് നമുക്ക് ആവശ്യമില്ല കുവൈത്തിലോട്ട്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രഷേഴ്സിന് ഡയറക്റ്റായിട്ട് വരാൻ പറ്റത്തില്ല. നമുക്ക് ഒരു മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് എങ്കിലും നമ്മൾക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഡയറക്റ്റ് വന്ന് അപ്ലൈ ചെയ്ത് ജോലിക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം താങ്ക് യു. ബൈ ബൈ.